ഇന്ന് 5ാം ക്ലാസ്സിലെ സ്നേഹം ഒരു കുന്നോളം എന്ന പാഠഭാഗമാണ്. നമുക്ക് കഥ കേട്ടാലോ കൂട്ടുകാരെ? എൻ്റെ പൊന്നു മുത്തശ്ശിയല്ലേ, ഒരു കഥ പറഞ്ഞേ എന്ന് കൊഞ്ചിക്കൊണ്ട് കൊച്ചുമോൻ മടിയിൽ കയറിയിരുന്നപ്പോൾ മുത്തശ്ശി വിഷമത്തിലായി. എന്നും ഓരോ കഥ പറയാൻ അത്രയധികം കഥകളുണ്ടോ മുത്തശ്ശിയുടെ മനസ്സിൽ? ഓർമ്മയിലുള്ള കഥകളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ എവിടെ പോകാനാണ് കഥയ്ക്ക്? എല്ലാ കഥകളും പറഞ്ഞു കഴിഞ്ഞല്ലോ എൻ്റെ തേവരെ എന്ന് വിചാരിച്ചുകൊണ്ട് മുത്തശ്ശി മുൻപെന്നോ പറഞ്ഞ ഒരു കഥ ഓർത്തു പറയാൻ തുടങ്ങി. ആറ്റിൻ്റെ അക്കരെ ആ മരത്തിൽ വച്ചിരുന്ന എൻ്റെ ഹൃദയമെടുക്കാൻ ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞ് മുതലയെ പറ്റിക്കാൻ നോക്കിയ സൂത്രക്കാരനായ കുരങ്ങൻ്റെ കഥ പറഞ്ഞ് മുത്തശ്ശിയും കൊച്ചുമോനും കഥയിലെ നിറഞ്ഞൊഴുകുന്ന പുഴയുടെ മധ്യത്തിലെത്തി. അപ്പോൾ കൊച്ചുമോൻ മുത്തശ്ശിയുടെ കഴുത്തിൽ കൈകോർത്തൊച്ച വച്ചു. ഇത് എത്ര വട്ടം പറഞ്ഞതാ മുത്തശ്ശി, ഒരു പുതിയ കഥ പറയുന്നേ. മുത്തശ്ശി നോക്കിയിട്ടൊരു വഴിയും കാണുന്നില്ല. ഇനി കഥയൊന്നും ബാക്കിയില്ല. അപ്പോൾ മുത്തശ്ശി ചോദിച്ചു, ഇനി നമുക്ക് കഥയുടെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടു പോയാലോ? കൊച്ചുമോന് സംഗതി പിടിയിട്ടില്ല. കഥയുടെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടു പോകാനോ? എങ്ങോട്ട്? കഥയില്ലായ്മയിലേക്ക്. കൊച്ചുമോൻ ഒന്നും മനസ്സിലാകാതെ മുത്തശ്ശിയുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു. മുത്തശ്ശിയും അങ്ങനെ ദൂരത്തേക്ക് നോക്കിയിരിക്കുന്നത് കണ്ടപ്പോൾ കൊച്ചുമോന് അരിശം വന്നു. മുത്തശ്ശി എന്താ സ്വപ്നം കണ്ടിരിക്കുവാണോ എന്ന് ചോദിച്ച് അവൻ മുത്തശ്ശിയെ ഉറുപ്പടക്കം പിടിച്ചു. മുത്തശ്ശിക്ക് അവൻ്റെ സ്വഭാവം അറിയാം. മഹാകുസൃതിയാണ്. അമ്പിളിയമ്മ അവനെ പിടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാൽ അത് കിട്ടാതെ അവൻ സമ്മതിക്കില്ല. അപ്പോൾ മുത്തശ്ശിക്ക് മറ്റൊരു വികൃതിക്കുട്ടിയുടെ കഥ ഓർമ്മ വന്നു. ഒരിക്കൽ ഒരിടത്ത് ഒരു കുസൃതിക്കുട്ടി ഉണ്ടായിരുന്നു. മുത്തശ്ശി കഥ പറയാൻ തുടങ്ങി. നിന്നെപ്പോലെ ഒരു കുസൃതി കൊടുക്ക. അവൻ ശുണ്ടിയെടുത്ത് മുത്തശ്ശിയുടെ മടിയിലിരുന്ന് ചിണുങ്ങി. ഇത് കഥയല്ലേ എന്ന് ചോദിച്ച് മുത്തശ്ശി അവനെ മയക്കിയെടുത്തു. പിന്നെ മുത്തശ്ശി കഥ പറയാൻ തുടങ്ങി. ആ കുസൃതിക്കുട്ടിക്ക് ആരെയും ഇഷ്ടമല്ല. അവൻ ആരെയും സ്നേഹിക്കുകയില്ല. സ്നേഹം എന്താണെന്ന് അവൻ അറിയില്ല. അങ്ങോട്ട് സ്നേഹം കാണിക്കുന്നവരോടും അവൻ ഇഷ്ടക്കേടോടെ ഞാൻ നിന്നെ വെറുക്കുന്നു എന്ന് പറയും. ഒരാൾ എങ്ങനെ എല്ലാവരെയും വെറുക്കാൻ തുടങ്ങിയാലോ? അവൻ്റെ ആ പ്രകൃതി മാറ്റിയെടുക്കാൻ എന്താണ് പോംവഴിയെന്ന് എത്ര ആലോചിച്ചിട്ടും അവൻ്റെ അച്ഛനമ്മമാർക്ക് പിടികിട്ടിയില്ല. ചെറുക്കന് അടിയുടെ കുറവാണെന്ന് അയൽക്കാർ കുറ്റപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ അവൻ്റെ അച്ഛൻ അവനെ പൊതിരെ തല്ലി. പ്രതീക്ഷിച്ചതിന് വിപരീതമായിരുന്നു അന്നേരത്തെ അവസ്ഥ. കൊച്ചുമോൻ കേൾക്കുന്നുണ്ടോ? ഉവ്വെന്ന് കൊച്ചുമോൻ തലയനക്കി. ഇനി എന്ത് ചെയ്യും ഈ ചെറുക്കനെ? പിന്നെ അതായി എല്ലാവരുടെയും ആലോചന. ഒരു വൈകുന്നേരം ആ ചെറുക്കൻ്റെ അപ്പൂപ്പൻ അവനെ ഒരു കുന്നിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ആകാശത്തിൽ തലയുയർത്തി നിൽക്കുന്ന ഒരു കുന്ന്. നോക്കിയേ, എന്ത് ഭംഗിയാ അതിനെന്ന്. അപ്പൂപ്പൻ പറഞ്ഞപ്പോൾ അവൻ നിഷേധാർത്ഥത്തിൽ തലയാട്ടി. പിന്നെ അവൻ കുന്നിനോട് പറഞ്ഞു, ഞാൻ നിന്നെ വെറുക്കുന്നു. കുന്നിൻ്റെ ചെരുവുകളിൽ തട്ടി അവൻ്റെ ശബ്ദം അവൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്നു. ഞാൻ നിന്നെ വെറുക്കുന്നു. പെട്ടെന്ന് അവൻ്റെ മുഖം കറുത്തു. കുന്നും പറയുന്നു നിന്നെ വെറുക്കുന്നുവെന്ന്. അപ്പോൾ അപ്പൂപ്പൻ പറഞ്ഞു, അത് സാരമാക്കേണ്ട എൻ്റെ കുഞ്ഞുമോൻ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് പറഞ്ഞു നോക്ക്. മനസ്സില്ലാ മനസ്സോടെ അവൻ പറഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അപ്പോൾ അവനോട് കുന്നും പറയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന്. പെട്ടെന്ന് അവൻ്റെ മുഖം തെളിഞ്ഞു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നെന്ന് അവൻ ഉറക്കെ ഉറക്കെ വീണ്ടും വീണ്ടും കുന്നിനോട് പറഞ്ഞു. അവൻ പറഞ്ഞതിനൊക്കെയും കുന്നും തിരികെ പറഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു.
അപ്പോൾ അപ്പൂപ്പൻ പറഞ്ഞു, അങ്ങനെയാണ് കുഞ്ഞേ സംഗതികളുടെ കിടപ്പ്. അങ്ങോട്ട് സ്നേഹിച്ചാൽ കുന്നുപോലും ഇങ്ങോട്ട് സ്നേഹിക്കും. പിന്നെ മനുഷ്യരുടെ കാര്യം പറയണോ? അന്നു മുതൽ ആ കുട്ടി എല്ലാവരെയും സ്നേഹിക്കാൻ തുടങ്ങി. അവൻ കൊടുത്ത സ്നേഹത്തിന് ഇരട്ടി ഇരട്ടിയായി അവന് സ്നേഹം തിരിച്ചു കിട്ടി. മുത്തശ്ശിയുടെ കഴുത്തിൽ തൂങ്ങി കൊച്ചുമോൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായി എന്തിനാണ് മുത്തശ്ശി കഥ പറഞ്ഞതെന്ന്. മുത്തശ്ശി മുഖം കുനിച്ചവനെ ചുംബിച്ചു. ശ്രീ പെരുമ്പടവം ശ്രീധരൻ എഴുതിയ ഈ കഥ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. നന്ദി.